ശക്തമായ ഇന്ത്യാവിരോധം നിലനിൽക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി ദ്വീപുകൾ. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ഫിജി ദ്വീപുകൾ ഭരിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ധാരാളം ഇന്ത്യക്കാരെ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഫിജിയിലേക്ക് കൊണ്ടുപോയി. അവർ അവിടെ സ്ഥിരമായി താമസിക്കുകയും പൗരന്മാരായി മാറുകയും ചെയ്തു. കാലക്രമേണ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ഫിജിയിലുള്ള ആളുകൾ ന്യൂനപക്ഷമാവുകയും ചെയ്തു. ഫിജിയിലുള്ള ആളുകൾ കൂടുതലും ക്രിസ്ത്യാനികളും ഇന്ത്യക്കാർ കൂടുതൽ ഹിന്ദുക്കളുമായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ കടുത്ത ശത്രുതയുണ്ടായി. ഇന്ത്യക്കാർ കച്ചവടക്കാരും സമ്പന്നരും ആയതുകൊണ്ട് ഫിജിയിലുള്ള സാധാരണക്കാർക്ക് അവരോട് അസൂയയുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അങ്ങനെ ഫിജിയിലെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യക്കാരും ഫിജിയിലെ ആദിവാസികളും രണ്ട് ചേരികളിലാണ് മത്സരിച്ചത്. ഹരിയാന സ്വദേശിയായ മഹേന്ദ്ര ചൗധരി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഒരു വർഷത്തോളം അദ്ദേഹത്തിന് ഫിജി ഭരിക്കുവാൻ സാധിച്ചു. പക്ഷേ അതിനുശേഷം ഫിജിയിലെ ആദിവാസികൾ പട്ടാള വിപ്ലവം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. ഇതോടുകൂടി ഫിജിയിലെ സമ്പന്നരായ ഇന്ത്യക്കാരും നാട്ടുകാരായ ആദിവാസികളും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ഇന്ത്യക്കാരിൽ പലരും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുകയും ചെയ്തു. കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുവാൻ അവർക്ക് സാധിച്ചു. ഇപ്പോഴും ഫിജിയിൽ 38% ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയ അധികാരങ്ങൾ ഫിജിയിലുള്ള ആദിവാസികൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യക്കാർക്കായിരുന്നു ഫിജിയൻ സമൂഹത്തിൽ സ്വാധീനം കൂടുതൽ. ഈ മേധാവിത്വം ചരിത്രപരമായ ഒരു വിദ്വേഷം ഇന്ത്യക്കാരോട് വളർത്തിയെടുക്കുവാൻ ഫിജിയിലെ ആദിവാസികൾക്ക് സാധിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വീണ്ടും മേധാവിത്വം നേടുവാനോ പ്രധാനമന്ത്രിയാവാനോ സാധിക്കാത്ത വിധത്തിൽ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇന്ത്യയുമായുള്ള സൗഹാർദ്ദം നശിപ്പിക്കുവാൻ ഈ ചരിത്രപരമായ സംഘർഷം ഇടയാക്കിയിട്ടില്ല. അടുത്ത കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിജിയിൽ പോവുകയും അദ്ദേഹത്തിന് രാജകീയമായ ഒരു സ്വീകരണം ലഭിക്കുകയും ചെയ്തു. സൗത്ത് പസഫിക് ഓഷ്യനിലാണ് ഫിജിയുടെ സ്ഥാനം. ന്യൂസിലാൻഡിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരമുണ്ട്. 110ഓളം ആൾതാമസമുള്ള ദ്വീപുകളും ചേർന്നതാണ് ഫിജി എന്ന രാജ്യം. എല്ലാ ദ്വീപുകളും കൂട്ടിച്ചേർത്താൽ ഏകദേശം കേരളത്തിന്റെ പകുതിയോളം വലുപ്പം വരും. 9 ലക്ഷം ജനങ്ങൾ ഈ കൊച്ചു രാജ്യത്തിൽ താമസിക്കുന്നു. ബ്രിട്ടീഷുകാർ ഫിജിക്ക് 54 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം കൊടുത്തത്. എങ്കിലും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വന്നത് അടുത്ത കാലത്ത് മാത്രമാണ്. പസഫിക് മേഖലയിലെ ഏറ്റവും വികസിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഫിജി. ഇന്ത്യയുടെ ഇരട്ടിയോളം ആളോഹരി വരുമാനമുണ്ട്. ധാരാളം വനസമ്പത്തും ധാതുസമ്പത്തും മത്സ്യസമ്പത്തും ഈ രാജ്യത്തിനുണ്ട്. ടൂറിസത്തിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ഫിജിക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരുടെ റെമിറ്റൻസും നല്ല ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. കുടിവെള്ളം കയറ്റുമതി ചെയ്യുന്നു. പഞ്ചസാരയും കയറ്റുമതി ചെയ്യുന്നുണ്ട്. കൊല്ലം മുഴുവൻ ചൂടുള്ള കാലാവസ്ഥയാണ് ഫിജി ദ്വീപിൽ. തണുപ്പ് കാലത്ത് 22 ഡിഗ്രി വരെ ചൂട് താവാറുണ്ട്. സ്വർണ്ണ നിക്ഷേപവും വെള്ളി നിക്ഷേപവും ഇവിടെയുണ്ട്. ഹൈഡ്രോ പവറും വികസിപ്പിച്ചിട്ടുണ്ട്. ഫിജിയിലുണ്ടായ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണം വലിയ തോതിലുള്ള നഗരവൽക്കരണവും സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത പ്രാധാന്യവുമാണ്. ഒരു വർഷം 4 ലക്ഷം ടൂറിസ്റ്റുകൾ ഫിജിയിൽ വരുന്നുണ്ട്. ഫിജിയിലെ മനോഹരമായ ബീച്ചുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. അനേകം അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഫിജിയിൽ വെച്ച് നടത്തുന്നത് ഫിജി എന്ന പേര് കേൾക്കുമ്പോൾ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. ധാരാളം കൺവെൻഷൻ സെന്ററുകൾ ഈ കൊച്ചു രാജ്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂയോർക്കിലും ലണ്ടനിലുമൊക്കെ ഒരു സമ്മേളനം വെച്ചാൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണം കുറയും. എന്നാൽ ഫിജിയിലെ ബീച്ചുകളും പ്രശാന്തമായ ചുറ്റുപാടുകളും ബിസിനസ്സുകാരെ ഒരാഴ്ചത്തെ സമ്മേളനവും അതോടൊപ്പം ഒരു വെക്കേഷൻ ആസ്വദിക്കലും എന്ന നിലയിൽ ഫിജിയിലേക്ക് വരുവാൻ എല്ലാവരും താല്പര്യം കാണിക്കും. അതുകൊണ്ടാണ് കൂടുതൽ സമ്മേളനങ്ങൾ ഫിജിയിൽ നടത്തി വിജയിപ്പിക്കാൻ പറ്റുന്നത്. അതുപോലെ അറിയപ്പെടുന്ന ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഫിജി. കുടുംബസമേതം വരുന്നവർക്ക് ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യവും കുട്ടികളെ നോക്കുന്ന ആയമാരുടെ സൗകര്യവും പല ഹോട്ടലുകളിലും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രശസ്തമായ പല ഹോളിവുഡ് സിനിമകളും ഫിജിയിലാണ് ഷൂട്ട് ചെയ്തത്. റോബിൻസൺ ക്രൂസോ എന്ന സിനിമയും ബ്ലൂ ലഗൂൺ എന്ന സിനിമയും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ധാരാളം ഓസ്ട്രേലിയക്കാർ ഇപ്പോൾ ഫിജിയിൽ താമസിക്കുന്നുണ്ട്. ഏകദേശം 3000ഓളം ഓസ്ട്രേലിയക്കാർ മനോഹരമായ ഫിജി ദ്വീപ് സ്വന്തം നാടാക്കി മാറ്റിയിട്ടുണ്ട്. 3 ഒഫീഷ്യൽ ഭാഷകൾ ഫിജിയിലുണ്ട്. ഇംഗ്ലീഷും ഫിജിയൻ ഭാഷയും ഹിന്ദിയുമാണ് ഈ 3 ഒഫീഷ്യൽ ഭാഷകൾ. ഫിജിയുടെ തലസ്ഥാനം സുവാ പട്ടണമാണ്. 2 ലക്ഷത്തോളം ജനങ്ങൾ സുവാ പട്ടണത്തിൽ താമസിക്കുന്നു. ഇവിടെ വലിയൊരു മെഡിക്കൽ കോളേജുമുണ്ട്. കൂടുതൽ വലിയ നഗരവും ടൂറിസ്റ്റ് ആകർഷണീയതയും നാദി നഗരമാണ്. വലിയ എയർപോർട്ടുള്ളതും നാദി നഗരത്തിലാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ എത്തുന്നതും തിരിച്ചു പോകുന്നതും നാദി നഗരത്തിൽ നിന്നാണ്. നാദി നഗരത്തിലെ ട്യൂ പാലസ് റെസ്റ്റോറൻറ്റ് ക്വീൻസ് റോഡിലാണ്. മികച്ച ട്രഡീഷണൽ ഫുഡ് ഇവിടെ ലഭിക്കുന്നു. തായ്ലൻഡ് ഭക്ഷണവും കൊടുക്കുന്നുണ്ട്.
അതുപോലെ മുംബൈ ദബ്ബ സുഗുണ റോഡിലാണ്. കോട്ടയം അയ്യപ്പാസ് പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര വലിയൊരു റെസ്റ്റോറൻ്റ് ആയി തോന്നുകയില്ലെങ്കിലും അകത്ത് മികച്ച ആംബിയൻസ് ഉണ്ട്. മുംബൈ ദബ്ബയിൽ എല്ലാ സെർവിങ്ങും വലിയ അളവിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേർ ഒരുമിച്ച് പോയി ഒരാൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്താൽ രണ്ടുപേർക്ക് കഴിക്കാൻ ധാരാളം ഉണ്ടാവും. മികച്ച തന്തൂരി ചിക്കനും ദോശയും ഇവിടെ സെർവ് ചെയ്യുന്നു.